ഞാൻ തമ്പുരു പറഞ്ഞതുപോലെ തമ്പുരുവിനെ ഒന്ന് വരച്ചതാണ്. പക്ഷേങ്കിൽ എനിക്ക് തമ്പുരുവിനെ അതേപോലെ വരയ്ക്കാൻ എനിക്ക് പറ്റില്ല. അതേ മുഖം പോലെ എനിക്ക് വരയ്ക്കാൻ പറ്റില്ല. പക്ഷേങ്കിൽ വാട്സപ്പിലെ ഫോട്ടോ വെച്ച് ഏകദേശം ആ മുഖം ചരിഞ്ഞിരിക്കുന്ന ഒരു രൂപം മാത്രമാണ് ഞാൻ വരച്ചത്. പക്ഷെ അതേ മുഖം പോലെ എനിക്ക് വരുത്താൻ സാധിക്കില്ല. അങ്ങനെ എനിക്ക് അതേപോലെ വരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വരച്ചത് എന്താണെന്ന് വെച്ചാൽ ഒരു രൂപം, ഒരു സ്ത്രീ രൂപം മാത്രമേ എനിക്കിവിടെ വരച്ചെടുക്കാൻ പറ്റിയിട്ടുള്ളൂ. തമ്പുരുമോളുവിനെ അതേപോലെ എനിക്ക് ഒരിക്കലും വരയ്ക്കാൻ കഴിയില്ല. പക്ഷെ ഞാൻ വരച്ചു. എൻ്റെ പൊന്നിൻ്റെ ആഗ്രഹം ഞാൻ സാധിച്ചു തന്നു. പക്ഷേ ഇത് എനിക്ക് പൂർണ്ണമാക്കാനും പറ്റിയില്ല. കാരണം എനിക്ക് ഇതിൽ തന്നെ ശ്രദ്ധിക്കാനും എനിക്ക് കഴിയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പടം വരപ്പൊക്കെ വർഷങ്ങൾക്ക് മുൻപെങ്ങാണ്ട് വരപ്പേന്ന് പറഞ്ഞുകൊണ്ടങ്ങ് ഇരുന്ന് ഞാനാണ്. ഇപ്പോൾ അതിൽ നിന്നൊക്കെ വിട്ടു നിന്നതുകൊണ്ട് ആ പണ്ടത്തെ ആ ഊർജവും ഒക്കെ എന്നിലേക്ക് ഇപ്പോഴെനിക്ക് കടത്തിക്കൊണ്ട് വരാനും സാധിക്കുന്നില്ല. അപ്പം ഞാനൊന്ന് വരച്ചു വെച്ചു, അത്ര മാത്രമേ ഉള്ളൂ. ഒന്ന് നന്നായിട്ട് പൂർണ്ണമാക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ വരയ്ക്കുമ്പോൾ എന്തോ, പക്ഷേ എങ്കിലും ഞാൻ വരച്ചു. ഇത് തമ്പുരുവിന് ഞാൻ സമർപ്പിക്കുന്നു. അതായത് പിങ്ക് കളറിലെ ഡ്രസ്സ് പോലെയായിരുന്നു. അപ്പോൾ പിങ്ക് കളർ വേണമെങ്കിൽ അവിടെ ഇത്തിരി വെള്ള കളറും കൂടെ കൊടുക്കണം. വെളുപ്പും ചുവപ്പും കൂടി ഇടകലർന്ന കളറ് വെച്ച് വേണം കൊടുക്കേണ്ടത്. അപ്പോൾ അത്രമാത്രം എനിക്ക് ക്ഷമയില്ലാണ്ട് ഞാൻ വരച്ചതാണിത്. ഓക്കെ മുത്തേ, ഓക്കെ കണ്ണാ. എന്നാലും ഒരു കാര്യത്തിൽ ഞാൻ സംതൃപ്തിയാണ്. നമ്മളൊരു കാര്യം പറഞ്ഞപ്പോൾ എനിക്കത് ചെയ്ത് തരാൻ സാധിച്ചു എന്നുള്ളത് മാത്രം. അതുകൊണ്ട് ഞാൻ ഒത്തിരി എന്നോട് തന്നെ ഒത്തിരി ഇഷ്ടം തോന്നുന്നു. ഓക്കെ മുത്തേ.